അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 34 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് ബാക്കി വരുന്ന കുറച്ച് ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്നത وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. വഖുൽന വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചെടുക്കുക. പല്ല് ചുണ്ടിൽ തട്ടാത്ത രൂപത്തിൽ വെക്കുക കേട്ടോ. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്. അതിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ലാമ് അൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യാ ആദമുസ്കുൻ, ഇവിടെ മദ്ദശ്രും ഹംസയും ഒരേ വേർഡിലാണ് വന്നതെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇവയെ 2 വേർഡുകളായിട്ടാണ് പരിഗണിക്കുന്നത്. മദ്ദശ്രം ഒരു യാ എന്നുള്ളത് ഒരു വേർഡും ആദം എന്നുള്ളത് മറ്റൊരു വേർഡും. അപ്പോൾ ഇവിടെ വരുന്ന മദ് ജായിസ് മുൻഫസിലാണ്. 2 4 കൗണ്ട് നീട്ടി കൊടുക്കുക കേട്ടോ. സീന് കൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇബ്ഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള ഹംസ വന്നു. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിച്ചു കൊടുക്കുക കേട്ടോ. അവിടെ തീരെ സമയം കൊടുക്കാതെ വേഗം ഓതിപ്പോവുക. യാ ആദമുസ്കുൻ അൻത, അതുപോലെ ഓതുക കേട്ടോ. അൻത വസൗജുക്, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാഇൻ്റെ അക്ഷരമായിട്ടുള്ള ത വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ച് മണിച്ചോതി കൊടുക്കുക. വസൗജുകൽ ജന്ന, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. കാഫിനെ കുറച്ചൊന്ന് ചരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലാമ് കൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂനിന് ശബ്ദം വന്നു. അഖ്മൽ ഓണ്ണയാണ്, കൂടുതൽ മണിച്ചെടുക്കേണ്ട സ്ഥലമാണ്, നന്നായിട്ട് മണിച്ചെടുക്കുക. വകുലാ മിൻഹ, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചെടുക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മിൻഹ റഗദ, നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇബ്ഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള ഹ വന്നു. നൂൻ സാക്കിനയെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിച്ചു കൊടുക്കുക കേട്ടോ. വകുലാ മിൻഹ റഗദ, ഇവിടെ വേഗം ഓതിപ്പോവണം കേട്ടോ, മണിക്കരുത്. മിൻഹ എന്ന് പറയരുത്. മിൻഹ റഗദ, റോ ഫത്തഹയാണ്, ഉയർത്തി ഉച്ചരിച്ചു കൊടുക്കുക. നമ്മൾ മലയാളത്തിൽ റാ എന്ന് പറയുന്നത് പോലെ പറയരുത്, റോ തന്നെ പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഗൈനിൻ്റെ മഖ്റജ് അദ്നൽ ഹൽക്കാണ്, തൊണ്ടയുടെ ആദ്യ ഭാഗം, നമ്മുടെ നാവ് അവസാനിച്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഗൈനിൻ്റെ മഖ്റജ്. ഐനായി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. ദാലിന് ഫത്തഹ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇബ്ഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള ഹ വന്നു. തെൻവീനിനെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിച്ചു കൊടുക്കുക. റഗദൻ ഹൈസു ശിഅ്തുമാ, ഇതുപോലെ ഓതി കൊടുക്കുക കേട്ടോ. സ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. സീനായി പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് സ പുറപ്പെടുന്നത്. കുറച്ച് കാറ്റ് പുറത്തോട്ട് പോണ സൗണ്ട് കൊടുത്തിട്ട് ഉച്ചരിക്കുക. ഷിഅ്തുമാ, ഹംസ കൽക്കലയുടെ ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഷിഅ്തുമാ, അതുപോലെ ഉച്ചരിക്കത്. ഷിഅ്തുമാ വലാ തഖറബാ, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചിരിക്കേണ്ട അക്ഷരങ്ങൾപ്പെട്ടതാണ്, ഉയർത്തി കൊടുക്കുക. കൽക്കലയുടെ ലെറ്ററാണ്, അപ്പോൾ സുക്കൂനാകുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. റോ ഫത്തഹയാണ്, ഉയർത്തി ഉച്ചരിക്കുക കേട്ടോ. ഹാദിഹി ഷജറ, ഹാൻ്റെ കൂടെ അലിഫ് സ്വൈറയാണ് വന്നിട്ടുള്ളത്. ചെറിയ മദ്ദിനെ കണ്ടാലും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഷിന്ന് ശബ്ദ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക കേട്ടോ. റോ ഫത്തഹയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. ഫതകൂന, ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കാൻ കേട്ടോ. കാഫിൻ്റെ കൂടെ വാവ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെയും അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മീനൽ വാലിമീൻ, വാ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്തിട്ട് ഉച്ചരിക്കുക. എത്തുബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ നാവിൻ്റെ കൂടുതൽ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം ഉച്ചരിക്കാൻ. ഉയർത്തി ഹെവി ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2 4 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാം. فأزلهما الشيطان عنها فأخرجهما مما كان فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين
ഫഅസല്ലഹുമ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. സായിൻ്റെ സൗണ്ട് ശ്രദ്ധിക്കുക. അസ് ആ ഒരു സൗണ്ട് തന്നെ കൊടുക്കുക, ശ്രദ്ധിക്കുക. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, രണ്ടക്ഷരം ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, മണിക്കാതെ ഉച്ചരിക്കുക കേട്ടോ. ലാമിൻ്റെ ശ്രദ്ധയിലുള്ള സുക്കൂനിനെ ആദ്യം ഉച്ചരിക്കുക. ഫഅസല്ലഹുമ മണിക്കാതെ അവിടെ കുറച്ചൊരു സുക്കൂനിനെ ആദ്യം ഉച്ചരിച്ചിട്ട് ഫതഹ കൊടുക്കുക കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഷൈത്വാനു ഷിന്നിന് ശ്രദ്ധ വന്നു, രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. അപ്പോൾ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ് തഫ്വീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. അലിഫ് സൊഹീറ കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അൻഹാ ഫഖ്റജഹുമാ അയിനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗം, സൗണ്ട് ക്ലിയർ ആക്കി കൊടുക്കുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇബ്ഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള ഹ വന്നു. നൂൻ സാക്കിനെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിച്ചു കൊടുക്കുക കേട്ടോ. അൻഹാ ഫഖ്റജഹുമാ അൻഹ എന്ന് പറയരുത്. അൻഹാ ഫഖ്റജഹുമാ ഖ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തിച്ചരിക്കേണ്ട അക്ഷരങ്ങൾ പെട്ടതാണ്, ഉയർത്തി കൊടുക്കുക. റോ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തി ഉച്ചരിച്ചു കൊടുക്കും കേട്ടോ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. മിമ്മാ കാന ഫീഹ് മീമിന് ശ്രദ്ധ. അഖ്മൽ ഉണ്ണയാണ്, കൂടുതൽ മണിച്ചെടുക്കേണ്ട സ്ഥലമാണ്, നന്നായിട്ട് മണിച്ചു കൊടുക്കുക. കാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിൻ്റെ കൂടെയും അലിഫ് മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇമ്മാ കാന ഫീഹ് ഫഇൻ്റെ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സില വന്നിട്ടുണ്ട്. അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതലാണ് ഇവിടെ ഉത്തമം. എന്നാൽ നമുക്ക് ശ്വാസം കിട്ടാതാവുകയാണെങ്കിൽ നിർത്തി കൊടുക്കുക കേട്ടോ. ഫീഹ് നിർത്തുമ്പോൾ സുക്കൂന് കൊടുത്തിട്ട് നിർത്തുക. വഖുൽനഹ്ബിതു വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്നും വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്യുക. ലാം കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതുമ്പോൾ ആ അലിഫ് മദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. കാരണം ഹംസത്തുൽ വസ്ൽ വന്നല്ലോ. ഹംസത്തുൽ വസ്ൽ വന്നാൽ ഏത് മദ്ദായാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. അപ്പോൾ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ കൂടുതൽ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. ബൗവുകും ലിബൗ അയിന് കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. കൂടുതലായിട്ട് നാവിൻ്റെ ഭാഗങ്ങൾ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. അയിനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗം, സൗണ്ട് ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക. വാദിന് കെസ്റ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇബ്ഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള അയിന് വന്നു. തെൻവീനിനെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക കേട്ടോ. ലിബാവിൻ അദു ഇവിടെ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കണം. ലിബാവിൻ അദു ഇതുപോലെ ഉച്ചരിക്കുക. അയിനിൻ്റെ മഖ്റജ് വസത്തുൽ ഹൽക്ക്, തൊണ്ടയുടെ മധ്യഭാഗം, സൗണ്ട് ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സില വന്നിട്ടുണ്ട്. അവിടെ വഖഫ് അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമുക്ക് ശ്വാസം കിട്ടാതാവുകയാണെങ്കിൽ അവിടെ നിർത്തുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അത് നിർത്തുമ്പോൾ നമ്മൾ സുക്കൂന് കൊടുത്തിട്ട് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് നിർത്തുക. വലകും ഫിൽ അർളി മുസ്തഖർ വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ഫിൽ ഔ ഇവിടെ ഫഇൻ്റെ കൂടെ യാമദ് വന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതുമ്പോൾ ആ യാമദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ഹംസത്തുൽ വസ്ൽ വന്നു. ഹംസത്തുൽ വസ്ൽ വന്നാൽ നമ്മൾ ഏത് മദ്ദായാലും കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലാം കൽക്കലയുടെ ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. റോയിനും ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. വാദ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്തിട്ട് ഉച്ചരിക്കുക. കെസ്റ വന്നാലും ഇത്ബാക്കിൻ്റെ അക്ഷരമായതുകൊണ്ട് കെസ്റ വന്നാലും നമ്മൾ ഉയർത്തിയിട്ട് വേണം ഉച്ചരിച്ച് കൊടുക്കാൻ കേട്ടോ. മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ സീന് കൽക്കലയുടെ ലെറ്റർ അല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്വീം ചെയ്തിട്ട് ഉച്ചരിക്കുക. റോ വമ്മയാണ്, ഉയർത്തി ഉച്ചരിച്ച് കൊടുക്കുക. വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബ്യൗനയുടെ അക്ഷരമായിട്ടുള്ള വാ വന്നു. തെൻവീനിനെ വാവിലേക്ക് ലയിപ്പിച്ച ഉന്നയോടുകൂടി ഒതി കൊടുക്കുക, മണിച്ചിട്ട് ഒതി കൊടുക്കുക. മുസ്തഖറും വ അതുപോലെ ഒതി കൊടുക്കുക കേട്ടോ. മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ
താൻ്റെ കൂടെ അലിഫ് സോയറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അയിനിന് വൊമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള ഹംസ വന്നു. തെൻവീനിനെ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിച്ചു കൊടുക്കുക. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിൽ വ്യക്തമായിട്ട് കേൾക്കണം, മണിക്കരുത്. വമതാഉൻ ഇലാഹീൻ അതുപോലെ ഉച്ചരിക്കട്ടോ. ഇവിടെ തെൻവീനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, തെൻവീന് ഒരുമിച്ചാണ് നിൽക്കുന്നത്, വേറിട്ടല്ല. ഇവഹാറിൽ മാത്രമാണ് തെൻവീനുകൾ ഒരുമിച്ച് നിൽക്കുന്നത്. ഇവിടെ ഇദാമിൽ കണ്ടല്ലോ, തെൻവീന് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക കേട്ടോ. ഇലാഹീൻ ലാമിൻ്റെ കൂടെ അലിഫ് സോയറ വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ മഖ്റജ് വസത്തുൽ ഹൽക്കാണ്, തൊണ്ടയുടെ മധ്യഭാഗം, സൗണ്ട് ക്ലിയർ ആക്കി കൊടുക്കുക. അവസാനത്തിൽ മധ്യ 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.